നിലം പൂത്തു മലർന്ന നാൾ. മനോജ് കുറൂർ എഴുതിയ നോവൽ. വായിക്കുന്നത് സനൽ പോറ്റി. നിലം പൂത്തു മലർന്ന നാൾ. ഉഴവരുടെ വീടുകൾ കാണായി. അരികിൽ വലിയ നെല്ലറകളും നീളൻ തൊഴുത്തുകളുമുള്ള മാളികകളാണ് പലതും. വൈക്കോൽ മേഞ്ഞ ചുവരിൽ ചാണകം മെഴുകിയിരിക്കുന്നു. പുഴുങ്ങി മുറ്റത്തുണങ്ങാനിട്ട നെല്ല് വലിയ വട്ടികളിലാക്കുന്ന തിരക്കിലാണ് ചില പെണ്ണുങ്ങൾ. ഇടയ്ക്ക് നെല്ല് കൊത്താനെത്തുന്ന വീട്ടുകുരുവികളെ ആട്ടിയോടിക്കുന്ന തിരക്കിൽ അവർ ഞങ്ങളുടെ വരവറിഞ്ഞില്ല. തനിയെ തൊഴുത്തിലെത്തിയ പൈക്കളുടെ അടുത്തേക്ക് കറക്കാനുള്ള ചെരുവങ്ങളുമായി പോകുന്ന ചിലർ ഞങ്ങളെ ഒന്ന് നോക്കിയെങ്കിലും തിരക്കായതിനാലാവും അടുത്തേക്ക് വന്നില്ല. എങ്കിലും മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന അന്തിമലരുകൾ ചൂടിയ പെൺകുട്ടികൾ ഞങ്ങളെ കണ്ട് ആരെന്ന് പകച്ചു. കയ്യിലുള്ള കളിക്കോപ്പുകൾ ചിലർ താഴെ വെച്ചു. ഉരുട്ടിവിട്ട കളിവണ്ടികൾ അനക്കമറ്റു കിടന്നു. മാറാപ്പുകൾ കണ്ട് അമ്പരന്ന് അവർ അടുത്തേക്ക് വരാൻ മടിച്ചു. തിളങ്ങുന്ന ഉടുപ്പുകൾ, പൊന്നുകൊണ്ടുള്ള മാലകൾ. ചീരയ്ക്ക് അമ്പരപ്പടക്കാനായില്ല. കുട്ടികളെ കണ്ടാൽ അവൾ പെട്ടെന്ന് അടുക്കുന്നതാണ്. എങ്കിലും ഇവിടെ അവൾ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ അറച്ചു. അത്തരം കളിക്കോപ്പുകളും ഉടുപ്പുകളും അവൾ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പരുങ്ങി നിന്ന ഞങ്ങളെ ഒപ്പമുണ്ടായിരുന്ന ഉഴവർ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി. അഴകൻ എന്നയാളുടെ വീട്ടിലാണ് ഞാനും ഉലകനും കൂട്ടത്തിലെ ചിലർക്കൊപ്പം തങ്ങിയത്. ചീര അവളുടെ അമ്മയ്ക്കൊപ്പം മറ്റൊരു വീട്ടിലേക്ക് പോയി. ഞങ്ങളുടെ പെണ്ണുങ്ങളിൽ ചിലർ അവർക്കൊപ്പം പോയി. ഇരുട്ടായി തുടങ്ങി. പെണ്ണുങ്ങൾ ആനക്കൊമ്പുകൊണ്ട് കല്ലുരലിൽ നെല്ലുകുത്തുന്ന ഒച്ച കേൾക്കാം. അവർ പാടിയ വെള്ളപ്പാട്ട് കേട്ട് ഞാൻ ഇത്തിരി നേരം കണ്ണടച്ചിരുന്നു. ഇരവിൽ ഏതോ പരത്തയുടെ വീട്ടിൽ പോയി തുണങ്കക്കൂത്താടി വെളുപ്പിന് അവളുമൊത്ത് നീരാട്ടുകഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയ ഒരുവനോട് അവന്റെ പെണ്ണ് കെറുവിക്കുന്ന പാട്ട്. പെൺനിലങ്ങൾ എല്ലാം ഉണ്ടായിട്ടെന്ത്, നല്ല തറവാട്ടിൽ പിറന്നിട്ടെന്ത്, പരത്തകളുടെ മാർത്തടത്തിലും അരികു പൊങ്ങിയ നനുത്ത പെൺകുറിയിലും കൂത്താടി അവരുടെ പല്ലുകൾ പതിഞ്ഞുണ്ടായ പാടുകളുമായി കണവൻ തിരികെ എത്തുമ്പോൾ മോറുകറുക്കാതെ അയാളെ വരവേൽക്കണം. അല്ലെങ്കിൽ അയാൾ കൂടുതൽ പരത്തകളെ തേടിപ്പോകും. ഉറങ്ങിയോ? അഴകനാണ്. വഴി നടന്നതിന്റെ തളർച്ച മാറിയില്ലെങ്കിൽ നമുക്ക് കോവിലിലേക്ക് പോകാം. മറ്റുള്ളവരെയും വിളിക്കാം. ഞാൻ എഴുന്നേറ്റു. എല്ലാവരും കോവിലിലേക്ക് നടന്നു. വഴിനീളെ ഉണ്ടായിരുന്ന വിളക്കുകാലുകളിൽ നിന്നും വെളിച്ചം നെടിലിനോടിടകലർന്ന് പരന്നിരുന്നു. അകലെ കേട്ടിരുന്ന ആരവം ഒന്നൊന്നായി വേർതിരിഞ്ഞു കേട്ടു തുടങ്ങി. വഴിയോരത്ത് നിരന്ന കച്ചവടക്കാർ പലതരം ചെരുവങ്ങൾ, കലങ്ങൾ, കളിക്കോപ്പുകൾ, മാലകൾ, പൂക്കൾ, പായകൾ എന്നിങ്ങനെ പലതും മുന്നിൽ നിരത്തിയിരുന്നു. ചായവും ചാന്തും വിൽക്കുന്നവർക്ക് മുന്നിൽ കൊച്ചു പെൺകുട്ടികൾ കൊതിയോടെ നിന്നു. മുന്നിൽ നിരത്തിയ ഉരുവങ്ങളെപ്പറ്റി കച്ചവടക്കാർ വഴിനടക്കാരുടെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവരെ കടന്ന് ഞങ്ങൾ കോവിലിനടുത്തെത്തി. നടുക്ക് ഒരു നടുകൽ നാട്ടിയ ചെറിയൊരു കോവിൽ. ഞങ്ങൾ അതിനു മുന്നിൽ ചെന്ന് നടുകല്ല് നോക്കി തൊഴുതു. അന്തിത്തിരിയന്മാരിൽ ഒരാൾ അവിടെ വിളക്ക് വെച്ച് ആണ്ടവരെ തോറ്റി ഉണർത്തുന്നു. തമ്മാടി പല കുടങ്ങളിൽ നിറച്ച കള്ള് നടുകല്ലിൽ ഒന്നൊന്നായി ഒഴിക്കുന്നു. നടുകല്ലിൽ വീണ് അത് താഴേക്ക് പതിഞ്ഞൊഴുകി. തൊഴുതു നിന്നവർ അപ്പോൾ ആർപ്പു വിളിക്കുകയും കുരവിടുകയും ചെയ്തു. ഉഴവരിൽ ചിലർ ഞങ്ങളെ ഊട്ടുപുരയിലേക്ക് കൊണ്ടുപോയി. അഴകൻ എല്ലാറ്റിനും കൂടെ തന്നെ നിന്നു. അവിടെ കലങ്ങളിലും കുടങ്ങളിലും ചെരുവങ്ങളിലുമായി ഊണിനുള്ള കോപ്പുകൾ നിരത്തിവച്ചിരിക്കുന്നു. ആവി പറക്കുന്നതിനൊപ്പം പരക്കുന്ന പലതരം മണങ്ങൾ. കുട്ടികൾ മൂക്കു വിടർത്തി. അവരുടെ വായിൽ ഉമിനീര് നിറഞ്ഞിട്ടുണ്ടാവും. പൊൻവളകളും മോതിരങ്ങളും അണിഞ്ഞ് മുടിയിൽ പൂചൂടിയ പരത്തകൾ തമ്മിൽ കളി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു. ചാലിയരും തുന്നൽക്കാരും കന്നാന്മാരും പട്ടുടുപ്പുകളണിഞ്ഞ കടൽവണിക്കുകളും അരുംപൊരുളുള്ള കൂലവാണികരുമൊക്കെയായി പലതരം ആളുകൾ, പലതരം ചിരികളും ഒച്ചകളും. വിരുന്നുകാരായി ഞങ്ങളെ അവർ ആനയിച്ചിരുത്തി. കുട്ടികൾക്ക് കലങ്ങളിൽ നിന്നും നെയ്വെൺചോറും ആട്ടിറച്ചിയും വിളമ്പി. മുതിർന്നവർക്ക് മുന്നിൽ കള്ളിൻകുടങ്ങൾ നിരന്നു. തണുത്ത മീൻകൂട്ടും നെല്ലിൽ നിന്നുണ്ടാക്കിയ നറും പിഴിയുമുണ്ട്. ആവോളം കഴിക്കാം. നിലം പൂത്തു മലർന്ന നാൾ. മനോജ് കുറൂർ എഴുതിയ നോവൽ. വായിച്ചത് സനൽ പോറ്റി.